ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം മണ്ണാങ്കട്ടയൊന്നുമല്ല. ഈ അശ്ലീലത, കുട്ടി പോണോഗ്രഫി, ചൈൽഡ് പോണോഗ്രഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെൻസർഷിപ്പ് റെജീം ഉണ്ടാക്കിയാണ് രാജ്യത്ത്. കാരണം എന്ന് വെച്ചാൽ മാധ്യമങ്ങളെ ഏറെക്കുറെ വരുതിയിലായി കഴിഞ്ഞു. സർക്കാരിൻ്റെ വരുതിയിലായിട്ട് 10 വർഷമായി. അവർ കമിഴ്ന്ന് സാഷ്ടാംഗം കമിഴ്ന്ന് കിടക്കുകയാണ് മാധ്യമങ്ങൾ. അത് പത്രങ്ങളാവട്ടെ, ടെലിവിഷൻ ചാനലുകളാവട്ടെ. പിന്നെയുള്ള ആകെ ഒരു ഡിസെൻറ്റ് വോയിസ് ഉയരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്. ഇപ്പോഴാകട്ടെ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ വോളിയം കുറച്ച് കൂടിയിട്ടുണ്ട്. വോളിയം തീവ്രതയും കൂടിയിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയാൽ അറിയാം. സർക്കാർ അനുകൂലമായി ഈ BJP IT സെല്ലിൻ്റെ ഒരു സാധനം അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫീഡിൽ വരുന്നത് കാണുന്നത് ഇതല്ല. IT സെല്ലിൻ്റെ ഒരു സാധനം ഇപ്പോൾ കാണുന്നില്ല. IT സെല്ലിന് ശമ്പളം കൊടുക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കാണുന്നത് മുഴുവൻ ഡിസെൻറ്റ് വോയിസാണ്. മോദിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ, ഫാഷിസ്റ്റ് പ്രവണതയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന. എന്തിന് ഞാൻ പറയുന്നു, ഏറ്റവും മുകളിലെ മുഹമ്മദ് ദീപക് ആ ഇൻസിഡൻറ്റ് പോലും നോക്കുക. ആർക്കാണ് സപ്പോർട്ട് കൂടുതൽ? ഈ വിഷം വമിപ്പിക്കുന്ന ആളുകളില്ല എന്നല്ല, അയാളെ ജിഹാദി എന്ന് വിളിക്കുന്ന ആൾക്കാരില്ല എന്നല്ല, സപ്പോർട്ട് കൂടുതൽ എവിടെയാണ് നമ്മൾ നോക്കിയത്. കമൻറ്റ് സെക്ഷൻ നോക്കുക, ലൈക്സ് നോക്കുക, ഇത് മുഴുവൻ ദീപക്കിനൊപ്പമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഒരു ഭയത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഭയത്തിൻ്റെ അന്തരീക്ഷം മാറി വരുന്നു. സോഷ്യൽ മീഡിയ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? അത് അത്തരം കണ്ടൻറ്റ് നീക്കം ചെയ്യണം. ഇവിടെ വിഷം മാത്രം മതി, ഇവിടെ വർഗീയത മാത്രം പ്രചരിച്ചാൽ മതി. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള IT സെല്ല് സാധനം ചെയ്യുന്ന സാധനങ്ങൾ അതിനുവേണ്ടിയുള്ള അൽഗോരിതം സെറ്റ് ചെയ്ത് വയ്ക്കുക, അത് മാത്രം ഇവിടെ കാണിച്ചാൽ മതി എന്ന് ഭരണകൂടം തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ വന്ദേ മാതരം എല്ലാവരും ചൊല്ലണം. ആ സാധനം നിങ്ങൾ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ അതൊരു വിമർശനമായിട്ടില്ല, അത് ആളുകൾ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലാവണ്ടോ? സർക്കാർ ഒരു ഇതിറക്കി, ഇൻഡാസ് ഇറക്കി. വന്ദേ മാതരം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് ചെയ്യണം, വന്ദേ മാതരം ദേശീയഗാനം പോലെ തന്നെ ചൊല്ലണം, അതിന് ഇന്ന കാര്യങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഇൻഡാസ് ഇറക്കി. അത് സോഷ്യൽ മീഡിയയിൽ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഇഗ്നോർ ചെയ്യുകയാണ്. ആൾക്കറിയാം എന്തിനാണ് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്, ബംഗാൾ ഇലക്ഷന് വേണ്ടിയാണെന്ന് ആൾക്കറിയാം. പക്ഷേ ആളുകൾ കുറേ കൂടി ക്രിയേറ്റീവായിട്ട്, കുറേ കൂടി പ്രൊവാക്റ്റീവായി ഭരണകൂട വിമർശനം നടത്തുന്ന ഒരു ഇടമായി ഇപ്പോൾ സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. ആ മാറ്റം നമുക്ക് ദൃശ്യമാണ്, വിസിബിളാണ്. അവിടെയാണ് സർക്കാർ എന്ത് പറയുന്നത്, 3 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പറയുന്ന, സർക്കാർ പറയുമ്പോൾ ഒരു കണ്ടൻറ്റ് എടുത്ത് കാണണം പ്ലാറ്റ്ഫോമുകൾ എന്ന് വെച്ചാൽ എന്താണത്? ഡയറക്റ്റ് സെൻസറിങ് ആണ്. അടിയന്തരാവസ്ഥയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ആ സെൻസറിങ് ആണ്. കോടതി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാപനങ്ങൾ പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയിട്ടോ അത് വസ്തുതാവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ദേശവിരുദ്ധമാണെന്നോ അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ സീക്രസി ആക്ട് ഭേദിക്കുന്നതാണ്, ഇങ്ങനെ എന്തിനും കണ്ടെത്തിയിട്ടല്ല. സർക്കാർ പറയുകയാണ്, ഒരു ലിസ്റ്റ് അങ്ങ് കൊടുക്കുകയാണ്, എടുത്തു കളയുക. 28,000 വെബ്സൈറ്റുകളാണ് ഈ റൂൾ വന്നതിന് ശേഷം, ഇപ്പോൾ ഈ റൂൾ അമെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആ റൂൾ വന്നതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് എടുത്തു കളഞ്ഞു. അത്ര URL ഇല്ല, വെബ്സൈറ്റുകളല്ല ഞാൻ പറയുന്നത്, URL എടുത്തു കളഞ്ഞു, കണ്ടൻറ്റ് നീക്കം ചെയ്തു 28,000. അതായത് സർക്കാരിന് അഹിതകരമായ എല്ലാ കണ്ടൻറ്റും എടുത്തു കളയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമാണെന്നൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല.